Hi friends, welcome to Reggie's Casual Talk, a talk related to cash. ഇപ്പം നമ്മൾ ഉത്സവ സീസണാണ്. ഹാപ്പി ദിവാലി. അപ്പോൾ നമ്മൾ ദിവാലിയായിട്ട് കണക്റ്റഡ് ആകുന്ന ചില ഫിനാൻഷ്യൽ ടിപ്സ്, ഫിനാൻഷ്യൽ ലെസൺസ് ആണ്. അപ്പോൾ ദിവാലി നമ്മൾ ആഘോഷങ്ങളൊക്കെ വരും, നമ്മൾ ആദ്യം എന്താ ചെയ്യുക, വീടും പരിസരവും നമ്മുടെ ഓഫീസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മളെ പോർട്ട്ഫോളിയോ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മളെ പോർട്ട്ഫോളിയോയിൽ വേണ്ടാത്തത്, അപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കളയും, മാറ്റി വെക്കും. അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോയിൽ നമുക്ക് വേണ്ടാത്ത കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക, അത് കളയുക. ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേണ്ടതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നല്ല നീറ്റായിട്ട് സൂക്ഷിച്ച് വെക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെയിൻറ്റിങ്. നമ്മൾ വീടൊക്കെ നല്ല കൃത്യമായിട്ട് പെയിൻറ്റ് ചെയ്യും. അവർക്ക് പല ആൾക്കും പല കളേഴ്സായിരിക്കും ഇഷ്ടപ്പെടുക. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കാർട്ടൂൺ ടൈപ്പുള്ള കുറേ ഡെക്കറേഷൻസും ഡിസൈൻസ് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിത് അതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യുക, ഓരോ ആൾക്കാർക്ക് അനുസരിച്ചിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കണം. യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടോ അതിൽ ഡിഫറെൻറ്റ് കളറായിരിക്കും. അപ്പോൾ അവർ യങ്സ്റ്റർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടൊരു പോർട്ട്ഫോളിയോ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഏജ്ഡ് ആയ ആൾക്കാർക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആയിരിക്കും. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഫിനാൻഷ്യലി കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വേറെ തന്നെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആയിരിക്കണം, എൽഡേഴ്സിന് വേറെ തന്നെ ആയിരിക്കും. അതുപോലെ ആ ഒരു കാര്യത്തിലായിരിക്കുമാണ് നമ്മൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു ടിപ്സുമായിട്ട് നെക്സ്റ്റ് ഡേ വരും. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.